ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് രാത്രി ഗൈസ് ഞാനാണ് മീൻകറി ഉണ്ടാക്കുന്നത് ഗൈസ്. ഞാനാണ് ഗൈസ് ഇന്നത്തെ മീൻകറി ഗൈസ്. അപ്പോൾ ഞാൻ മരോട് വെച്ച് ഞാൻ മീൻകറി ഉണ്ടാക്കട്ടെ, കറി ഉണ്ടാക്കട്ടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ ഉണ്ടാക്കിക്കോ പറഞ്ഞു. അപ്പോൾ ഗൈസ് നമുക്ക് അതിക്ക് വേണ്ട എണ്ണ ഒഴിച്ച് കൊടുത്ത്, പിന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് ഉലുവൊക്കെ ഇട്ട് കൊടുത്തു ഗൈസ്. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടത് ഗൈസ് മീൻകറിയാണ് ഗൈസ്. അപ്പോൾ അതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചൊക്കെ ഇട്ട് കൊടുത്ത് ഗൈസ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഗൈസ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഗൈസ് അപ്പോൾ അവിടെ ഞങ്ങളെ നാട്ടിൽ നല്ല മഴ ഉണ്ട് ഗൈസ്. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഗൈസ് നാളെ മലപ്പുറം ജില്ലക്ക് ലീവാണ് ഗൈസ്. അപ്പോൾ വീണ്ടും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ, നന്നായിട്ട് മിക്സാക്കി. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടും നമ്മളൊന്ന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇപ്പോൾ കുറച്ച് 1.5 സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് ഗൈസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഉപ്പൊക്കെ ഒന്ന് യോജിച്ച് വരാം ഗൈസ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗൈസ് അതിക്ക് വേണ്ട പച്ചക്കറി പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ ഗൈസ് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം, ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വന്നോട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ് അതിൻ്റെ ഇത് നമുക്കൊന്ന് ഇവിടെ നമ്മളെ പ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പച്ചക്കറി ഇട്ട പ്ലേറ്റ്, അതൊന്ന് കേക്ക് കൊടുക്കുക. എന്നിട്ട് ഓക്കെ ഇന്നോട് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ പറഞ്ഞിനി എല്ലാം ക്ലീനാക്കി വെച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ ഗൈസ്. അങ്ങനെ ഗൈസ് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടെടുത്ത് നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക ഗൈസ്. വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ വേണ്ടത് നമുക്ക് അതിലേക്കുള്ള വെള്ളമാണ്, അതായത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമാണ് ഏറ്റവും നല്ലത് ഗൈസ്. നമ്മൾ ഈ കറിക്കൊക്കെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണമാണ് നല്ലത്. അതാകുമ്പോൾ കുറച്ചും കൂടി ചൂടും കുറച്ചും കൂടി ടേസ്റ്റ് വരും കേട്ടോ. പ്ലീസ് നമ്മൾ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഗൈസ്. പിന്നെ നമ്മൾ ഇളക്കി കൊടുക്കട്ടോ. പിന്നെ നമുക്ക് മീൻകറിക്കുള്ള മീൻ ഇട്ട് കൊടുക്കുക. ഞാൻ അവിടെ അയിലയാണ് ഗൈസ് എടുത്തത്, അയില കറി. പക്ഷെ നമുക്ക് ലാഹിക്കുള്ള മീനും ഇട്ട് കൊടുത്ത് പിന്നെ ഗൈസ് ആ മീനൊന്ന് വെന്ത് വരാൻ വേണ്ടി വീണ്ടും ഒന്ന് അതിൻ്റെ മേലക്കൊക്കെ കുറച്ച് നീരാക്കിയിട്ട് നമ്മൾ വീണ്ടും അത് അടിച്ച് വെച്ച് കൊടുക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ അത് കുറച്ച് ഉപ്പും ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നോക്കിയതാണ് ഗൈസ്, കുഴപ്പമില്ല ഗൈസ്. പിന്നെ ഗൈസ് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടോ ഗൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ കുറച്ച് ഇത് നമ്മൾ ആ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ നേരത്തെ ഇവിടെ കുറച്ച് ചിന്തിയൊക്കെ ക്ലീനാക്കി കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടോ, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം ഗൈസ്. മല്ലിച്ചപ്പ് എടുത്ത് അങ്ങനെ മല്ലിച്ചപ്പും നമ്മൾ തളിച്ച് വരണം ഗൈസ്. നല്ല മണം അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മണം അടിക്കില്ലല്ലോ ഗൈസ്. അപ്പോൾ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ഗൈസ് നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ഗൈസ്. അങ്ങനെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ട് ശേഷം നമുക്ക് വേണ്ടത് ഒന്നും കൂടി ആ മല്ലിച്ചപ്പൊക്കെ ഒന്ന് മിക്സ് ആയ ഗൈസ്. നല്ല തിളച്ച് ഗൈസ്. ഞാൻ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ചപ്പാത്തിക്കൊക്കെ കൂട്ടി തന്നാൽ പറ്റും. നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.